നമ്മൾ പോകുന്നത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇത് തിരുവനന്തപുരത്താണ് ഉള്ളതെന്നെല്ലാം കുറേ പേർക്കൊക്കെ അറിയാം, കുറേ പേർക്കൊന്നും അറിയില്ലായിരിക്കും. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്താണ് കേട്ടോ ആഴിമല ശിവക്ഷേത്രം ഉള്ളത്. ഇവിടുത്തെ ഈ ഒരു രൂപം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ശിവപ്രതിമേൻ്റെത്. അപ്പം ഈ ഒരു 58 അടി ഉയരമുള്ള ഗംഗാധരേശ്വര ഭാവത്തിലുള്ള ശിവപ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ജാതി മത ഭേദമന്യേ എന്ന് പറയുന്ന പോലെ ഫോറിനേഴ്സും ഒക്കെ ഇവിടെ വന്ന് കയറുന്ന ഒരു അമ്പലമാണ്, ഒരു കുഴപ്പമില്ലാത്തൊരു അമ്പലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് നട തുറക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ സമയം പുറത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് സ്വാമിമാരെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുറകു വശത്ത് കാണുന്ന കടൽ തന്നെയാണ്. അത്ര അടിപൊളിയായിട്ട് കടലിൻ്റെ ആ ഒരു സൗണ്ടും ഈ ഒരു ശിവൻ്റെ രൂപം ഒക്കെ കൂടെ കാണുമ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തതയാണ് കേട്ടോ. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ച് ദൂരം മാത്രം പോയാൽ മതി കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊരു ബീച്ചിൽ കൂടെ നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഷോർട്സൊക്കെ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൂരന്നേ നമുക്ക് കാണണം കേട്ടോ അമ്പലം അങ്ങുള്ളത്. അപ്പോൾ അത് നോക്കി എത്താനായി നോക്കി നമുക്കിങ്ങനെ നടന്നു വരാൻ പറ്റും. കടൽ ഇറങ്ങിയ സമയത്ത് മാത്രമേ നമുക്കിതിൽ നടന്നു വരാൻ പറ്റുള്ളൂ. ഇറങ്ങാത്ത സമയത്ത് നമുക്കിതിൽ അടുത്ത് പോലും വരാനാവില്ല, കാരണം അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഈ ഒരു കല്ലൊക്കെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ഇങ്ങനെ കാണുള്ളൂ. പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടൊക്കെയാണിത്. കല്ലും അതുപോലെ തന്നെ കൈതക്കൂട്ടവും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. കാണാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നുമില്ല, കാരണം മക്കളുള്ളതുകൊണ്ട് തന്നെ അവർ 4 വഴിക്ക് ഓടും. തിരുവനന്തപുരത്തുള്ളവരൊക്കെ എന്തായാലും മിക്കവാറും ഈ ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടാവും. വേറെ ജില്ലയിലൊക്കെ ഉള്ളവർ എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ ബൈ, സീ യു.